പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് അലി ഒട്ടനാണോ ഭ്രാന്തനാണോ നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് കഴിഞ്ഞാൽ റിയാസ് അലി ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള റിയാസ് അലി നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇവനെ പോലുള്ള നാറികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും ഒരപ്പിരിയാണേ. ഇവനൊരു ഇൻഫ്ലുവൻസർ ആണ്. 3 ലക്ഷത്തിൽ പുറത്ത് ഫോളോവേഴ്സ് ഇവന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇത് കാണുന്ന ഇത്രയും ആളുകൾ എന്താ വിചാരിക്കുന്നത്? വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്ന്. ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത സാമുവൽ മാത്യു എന്ന് പറഞ്ഞ ഒരു നാറി ഉണ്ടായിരുന്നു. അവന്റെ അക്കൗണ്ട് അടിച്ചു പൂട്ടി. ഇന്ത്യയിൽ ഇപ്പോൾ സാധനം അവൈലബിൾ അല്ല. കടലിൽ കിടന്ന കോണാനെടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. അതിനുശേഷം അത് പോരാന്ന് അവർക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു. നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ അതിനകത്തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഒരു കാര്യത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു ചെറിയ ഒരുത്തം വന്നിട്ട് ഈ ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപടിയെടുക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് അക്കൗണ്ട്. എന്നിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റ് അവന്മാർ അടിച്ചിട്ടെന്നുള്ള ഫേക്ക് ന്യൂസ് അവൻ വന്ന് വെരിഫൈ ചെയ്യുന്ന പോലെയാണ് അവൻ കൊടുത്തേക്കുന്നത്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. അതിൽ മണ്ണന് അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിനക്ക് ഉടനെ കിട്ടും. നീ പേടിക്കണ്ട, നീ അവിടെ ഇരിക്കും. ആ കുഴി കുറച്ചുകൂടെ വലുപ്പത്തിലെടുക്കുക, എന്നിട്ട് അതിൽ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും.